ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പാലക്കാട് ജില്ലയുടെ അഭിമാനമായി മാറിയ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതും ഫെഡറേറ്റ്, കേരളത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക സമ്മാനമായി നൽകുന്ന ഇത്തരമൊരു ടൂർണമെൻറ്റ് പാലക്കാട് ചിറ്റൂർ, അതും എൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുമ്പോൾ അത് കാണാൻ ചെല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനും അല്ലും അങ്ങോട്ട് കളി കാണാൻ ചെന്നു. ഒട്ടുമിക്ക പ്രധാന പ്ലെയേഴ്സും കളിക്കുന്ന ഈ ടൂർണമെൻറ്റ് എനിക്ക് തോന്നുന്നു തീർച്ചയായും വലിയൊരു വിജയമായി തീരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കാണാനും ഒത്തിരി പ്രോത്സാഹനം ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പോൺസേഴ്സിനെ പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യായിരുന്നു ഇതിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ കാണാൻ മനു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കളി കാണാൻ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം കളി സ്റ്റാർട്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 മാച്ചിന് ശേഷമായിരുന്നു ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മനുവും ഞാനും കളി കണ്ടുകൊണ്ടിരുന്നു. കൂടെ അല്ലും നോ പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റിനോട് യെസ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ടൂർണമെന്റ് നമ്മൾ ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഗാലക്സി ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ സുഹൃത്തുമായ അനീഷ് പി രാജൻ, ഇന്നത്തെ വിശിഷ്ട വ്യക്തി നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ കവിത ചേച്ചി, ആശംസകൾ അർപ്പിക്കാൻ വന്ന ചിറ്റൂർ TCRT ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സുരേഷ് അച്യുതൻ, ചിറ്റൂർ DYSP കൃഷ്ണദാസ് സാർ, ക്ലബിന്റെ സെക്രട്ടറി. അങ്ങനെ ക്രിക്കറ്റിൻ്റെ ചരിത്രം പാലക്കാട് മാറ്റിക്കുറിച്ചുകൊണ്ട് ഈ ഒരു ടൂർണമെൻറ്റ് ഉറപ്പായി മാറുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. റിവ്യൂ സിസ്റ്റം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലൈവ് റെക്കോർഡിങ്ങും, അതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റിങ്ങും ഉണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ ലൈവ് ടെലികാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്ന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഒരുമിച്ചുകൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് കണ്ടുമ്പോഴാണ് നമ്മുടെ കാർലോസും അനൂപും അങ്ങനെ നമ്മുടെ കൂട്ടുകാരും എത്തിയാണ് കേട്ടോ കളി കാണാൻ വേണ്ടി. നാട്ടിലെ എല്ലാ സ്പോർട്സ് സ്നേഹികളും അവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ഗ്യാങ്സും അവിടെ കളി കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കളി കണ്ടു. ഈ മാസം 26, 27, 28 എന്നീ തീയതികളിലാണ് രാത്രി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഫൈനൽ കാണാൻ എത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. 4,20,000 രൂപയാണ് ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം 2.5 ലക്ഷം രൂപ. അങ്ങനെ വിലമതിക്കുന്ന മറ്റനേകം സമ്മാനങ്ങളാൽ ഈ ടൂർണമെൻറ്റ് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുകയാണ്. അപ്പോൾ എല്ലാ സ്പോർട്സ് പ്രേമികളെയും ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ടും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റാണ് നമ്മുടെ നാട്ടിലെ താരങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഇത്തരം ടൂർണമെൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്ലെയേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ ലൈവ് ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. തീർച്ചയായിട്ടും ഫൈനൽ കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.